തന്നിരിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയാണ് ആ പ്രൊസീജിയേഴ്സ് സീറ്റ് തീരുമാനിക്കണം. അതിൽ ഒരു കോൺഗ്രസ്സുകാരും ഇടപെടാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ അനാവശ്യമായി അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ അത് പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അത് അതിൻ്റെതായ നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലല്ല, അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എവിടെയെങ്കിലും ഉണ്ടായാൽ അത് കർശനമായ നടപടി സ്വീകരിക്കും. ഞാൻ നമ്മുടെ ലൈനാ പറഞ്ഞത്, വേറൊരു പാർട്ടിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സീറ്റിൽ അവരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതിൽ നമുക്ക് നോ റോൾ. അല്ലല്ല, ചില സ്ഥലത്ത് ഒറ്റപ്പെട്ട വിഷയം ഉണ്ടാക്കി അത് അപ്പം തന്നെ പരിഹരിക്കുക, അത്രേ ഉള്ളൂ. ഇല്ല, അത് അപ്പം തന്നെ പരിഹരിക്കാനുള്ള മെക്കാനിസം ഉണ്ട് UDF. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും നമ്മൾ, ഉറപ്പായും. അല്ല, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലായിക്കോ, ആയിക്കോട്ടെ. PRDക്ക് എന്താ ജോലി? കഴിഞ്ഞ സർക്കാരിന്റെ നെഗറ്റീവ് പറഞ്ഞ് പ്രചരണം നടത്തുകയാണ്. PRDയുടെ ജോലി നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ച് അത് ചെയ്യണ്ട. CPMന്റെ പൈസ ഉപയോഗിച്ച് ഇത് ചെയ്ത് ഞങ്ങൾ വിമർശിക്കില്ലല്ലോ. CPMന് കാശുണ്ടല്ലോ, ഫണ്ടുണ്ടല്ലോ. CPMന്റെ പൈസ ഉപയോഗിച്ച് ചെയ്യേ. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണ്ട. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, പൊളിറ്റിക്സ് അങ്ങനെയല്ലേ? ലാഭത്തിലാക്കിയല്ലോ UDF ഗവൺമെന്റ്. വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി. ഇനി എങ്ങനെയാണ് ഇത്രയും വലിയ നഷ്ടം? ഇത് ചോദിച്ചുകൊണ്ട് കൂടി പറഞ്ഞുതരാം, എല്ലാവരും കേട്ടോളാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് പുറത്തു നിന്ന് വൈദ്യുതി മേടിക്കാൻ ഒരു കരാറുണ്ടാക്കി. 4 രൂപ 29 പൈസ യൂണിറ്റിന്. ആ സർക്കാർ മേടിച്ചു. 7 കൊല്ലം ഈ സർക്കാർ മേടിച്ചു. 7 കൊല്ലം പുറത്തുനിന്ന് വൈദ്യുതി ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് മേടിച്ചു. 8 കൊല്ലം കഴിഞ്ഞപ്പോ വേറെ ഒരു കമ്പനിക്ക് വൈദ്യുതി കൊടുക്കണം. അതിനുവേണ്ടി ഈ കരാർ റദ്ദാക്കി. 4 രൂപ 29 പൈസക്ക് 25 കൊല്ലത്തേക്ക് മേടിച്ചിരുന്ന കരാർ റദ്ദാക്കിയിട്ട് ഇപ്പൊ വൈദ്യുതി മേടിക്കുന്ന എത്ര രൂപയ്ക്കാണെന്നറിയോ? 8 രൂപ മുതൽ 14 രൂപ വരെ. 8 രൂപ മുതൽ 14 രൂപ വരെ. ഒരു ദിവസം 20-25 കോടി രൂപ ഈ അഴിമതിക്ക് വേണ്ടി നഷ്ടം വരുത്തിയാണ്. വേറൊരു കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിച്ച് അവരുടെ കമ്മീഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് 4 രൂപ. എന്തൊരു കൊള്ളയാണ്, പകൽ കൊള്ളയാണ് വൈദ്യുതി ബോർഡിൽ നടന്നത്. 4 രൂപ 29 പൈസക്ക് 25 കൊല്ലത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള എഗ്രിമെന്റ് റദ്ദാക്കിയിട്ട് പ്രവർത്തകരെ കാണുകയാണ്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.